നമ്മൾ വീണ്ടും വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിലെ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്കൊപ്പം ചേരുകയാണ്. അവിടെ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ വെറ്റിനറി സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ADM ദേവകിയും ബേസ് ക്യാമ്പിലെത്തി പ്രതിഷേധക്കാരെ കാണുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുക. സുർജിത്ത്, എന്താണ് അവിടുത്തെ? അപ്പോൾ അവർ പ്രതിഷേധിക്കാതെ തന്നെ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറയും ഇവരൊക്കെ എത്തിയപ്പോൾ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ടോ? ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ടോ? തീർച്ചയായും വളരെ പോസിറ്റീവായ രീതിയിലുള്ള ചർച്ചയിലേക്ക് കടക്കുകയാണ് സ്മിത. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബേസ് ക്യാമ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു ഓഫീസിനകത്താണ് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ADM ദേവകി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ CCF KS ദീപ, അതോടൊപ്പം DFO മാർട്ടിൻ ലോവൽ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിഷേധം ഉന്നയിക്കുന്ന ആളുകളുമായാണ് ഇപ്പോൾ നിലവിൽ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട എന്താണ് ഉരുത്തിരിയുക, എന്താണ് മുന്നോട്ട് വയ്ക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയുള്ള തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. ഈ വഴി, അതായത് ഈ വഴിയിലേക്ക് അകത്തേക്ക് ആളുകളെ, ഇവിടുത്തെ പബ്ലിക്കിനെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ആ വഴിയിൽ അവിടെ മിഷൻ നടക്കുകയാണ്. അതായത് ഈ വന മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മിഷൻ നടക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒപ്പം തന്നെ ഡോക്ടർ രാജേഷ് മോഹൻദാസും ഈ സംഘത്തിൻ്റെ ഭാഗമായി അവിടേക്ക് പോയിട്ടുണ്ട്. ബയോളജിസ്റ്റുകളായിട്ടുള്ള വിഷ്ണുവും ജിഷ്ണു ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു വിപുലമായ വനംവകുപ്പ് RRT സംഘമാണ് ആ ഭാഗത്തേക്ക്, മേഖലയിലേക്ക് തിരിച്ചിട്ടുള്ളത്. അവർ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ മരുന്ന് നിറച്ച തോക്കടക്കം ആണ് ഇതിനകത്തേക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും അവിടെ ആ തെരച്ചിൽ ഉൾപ്പെടെ ആ സ്ഥലം ഡോക്ടർ അരുൺ സക്കറയെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടീം, അരുൺ സക്കറയുടെ ടീം ഇന്ന് രാവിലെ വരെ വെറ്റിലപ്പാറയിലായിരുന്നു, തൃശ്ശൂരിലെ വെറ്റിലപ്പാറയിൽ. ആ മിഷന് ശേഷമാണ് അവർ ഇവിടേക്ക് വേഗത്തിൽ തന്നെ എത്തിയത്. ഡോക്ടർ അരുൺ സക്കറി വേഗത്തിൽ എത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉൾപ്പെട്ട ആ ഒരു സംഘം അവിടുത്തെ ഈ ആനയുടെ മസ്തകം തകർന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു, ആ ഒരു മിഷനിലാണ് അവരുണ്ടായിരുന്നത്. അതിനുശേഷം അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തേക്ക്, വനത്തിനകത്തേക്ക്, ഡോക്ടർ രാജേഷ് മോഹൻദാസ് അടക്കമുള്ളവർ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ മേഖലയിലേക്ക് ആളുകളെ നിലവിൽ പ്രവേശിപ്പിക്കുന്നില്ല. മാത്രമല്ല ഈ നാട്ടുകാരെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട്. ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യമാണ്, അത് വനംവകുപ്പ് പൂർണ്ണമായും ഉറപ്പ് നൽകണം എന്നുള്ള തരത്തിലുള്ള ഒരു ഡിമാൻഡാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എത്രത്തോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പറയാൻ കഴിയുമോ എന്നുള്ള അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം, നിയമപ്രശ്നം ഉൾപ്പെടെ അവർ വനംവകുപ്പുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവിൽ ഒന്നുകിൽ കേജിങ്, അല്ലെങ്കിൽ മയക്കുവെടി, ഡാർട്ടിങ്, അല്ലെങ്കിലാണ് ഈ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഈ 2 ഓപ്ഷൻ സാധ്യമാകാത്ത പശ്ചാത്തലത്തിൽ അവസാന ഓപ്ഷനിലേക്ക് എത്തുക എന്നുള്ള തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം. പക്ഷേ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പറയുന്നതിൻ്റെ പരിമിതി ഉൾപ്പെടെയുള്ള നിയമപരമായ സങ്കീർണതയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്. എന്തായാലും ആ ഒരു നടപടിയിലേക്ക്, കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് സജ്ജമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ക്യാമറ ട്രാപ്പുകൾ കൂടുതൽ സ്ഥാപിച്ചിട്ടുണ്ട്. തോക്ക് ഉൾപ്പെടെ 12 ബോർ തോക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു മിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ചർച്ചയിൽ പ്രധാനമായും ഇവിടുത്തെ തൊഴിലാളികളാണ്. അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ട ഈ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം വരേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് വേഗത്തിൽ തന്നെ കടക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സ്മിത.